നല്ല പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നാളികേരവും നമ്മുടെ ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ മാത്രം ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ അത് നല്ലോണം നായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിയിലൊന്ന് കറക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ മുളക് മൂപ്പിച്ചതും കുറച്ച് നാളികേരവും ചേർത്തിട്ടാണ് ആദ്യം അരച്ചെടുക്കുന്നത്. അമ്മിക്കല്ലിൽ അരച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലേ. ഇപ്പം അങ്ങനെ അരക്കലൊക്കെ കുറവാണ്. എന്നാലും ഇവിടെ അമ്മയാണ് കേട്ടോ അരക്കണത്. പിന്നെ നമ്മുടെ നാളികേരവും മാങ്ങ ചതച്ചതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ. എന്നിട്ട് കുറച്ചാക്കി എടുത്തിട്ട് നമ്മുടെ അമ്മിക്കല്ലിൽ ഇങ്ങനെ അരച്ചെടുക്കുകയാണ്. അരയ്ക്കാനായിട്ടൊരു പ്രത്യേക കഴിവ് തന്നെ വേണം കേട്ടോ. നമ്മളൊന്ന് പെട്ടെന്ന് അരയ്ക്കുമ്പോൾ അത് ശരിയായി വരില്ല. അപ്പോൾ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളി അത് കുറച്ചായിട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ്. നല്ലോണം ഫൈനായിട്ടുള്ള പേസ്റ്റ് പോലെയല്ല ചമ്മന്തി കേട്ടോ. ജസ്റ്റ് ഒന്ന് കടിച്ച് കഴിക്കുന്ന പാകത്തിലാണ്. അത് കാരണം നല്ലോണം അരയ്ക്കുന്നില്ല. പിന്നെ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തന്നെ ഒതുക്കി തീർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറിന്. പിന്നെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ കല്ലുമ്പോൾ തന്നെ ടേസ്റ്റ് നോക്കി പകുതി കഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീരുക്കുട്ടനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.